വന്ന് തൊട്ടുരുമി നിൽക്കുന്ന മലനിരകൾ, പച്ചവിരിച്ച പുൽമേടുകൾ, കാട്ടുവഴികൾ. കേൾക്കുമ്പോൾ തന്നെ ഒരു യാത്ര പോകാൻ കൊതിയാകുന്നില്ലേ? പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമല്ല, സാഹസിക യാത്രകളെ സ്നേഹിക്കുന്നവർക്കും വയനാട് ഒരു സ്വർഗമാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട വയനാട്ടിലെ പ്രധാനപ്പെട്ട ചില ട്രക്കിംഗ് പാതകളിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ ആദ്യം പറയേണ്ടത് വയനാട്ടിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ചെമ്പ്ര പീക്കിനെ കുറിച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000-ലേറെ അടി ഉയരത്തിലുള്ള ഈ കൊടുമുടിക്ക് മുകളിൽ എത്തുക എന്നത് ഏതൊരു ട്രക്കറുടെയും സ്വപ്നമാണ്. മുകളിലെത്തുമ്പോൾ കാണുന്ന ആ ഹൃദയ തടാകവും അവിടുത്തെ തണുത്ത കാറ്റും നമ്മുടെ എല്ലാ യാത്രാക്ഷീണവും മാറ്റും. അതുപോലെ തന്നെയാണ് ബാണാസുര ഹിൽസ്. കുത്തനെയുള്ള കയറ്റങ്ങളും കഠിനമായ പാതകളും നിറഞ്ഞ ബാണാസുര ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലഹരിയാണ്. ഇനി വന്യതയും കാടും ഇഷ്ടപ്പെടുന്നവർക്ക് ബ്രഹ്മഗിരി തിരഞ്ഞെടുക്കാം. കാട്ടുനായ്ക്കളും കാട്ടുപോത്തുകളും ഒക്കെയുള്ള ഈ പാതയിലൂടെ നടന്ന് ബ്രഹ്മഗിരിയുടെ മുകളിലെത്തുമ്പോൾ കർണാടകയുടെയും കേരളത്തിന്റെയും മനോഹരമായ അതിർത്തി ദൃശ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവയ്ക്കു പുറമെ പക്ഷിപാതാളവും വെള്ളരിമലയും ഒക്കെ ട്രക്കിംഗ് പ്രേമികൾക്കായി വയനാട് കാത്തുവെച്ച വിസ്മയങ്ങളാണ്. കാടിന്റെ മൗനവും പക്ഷികളുടെ കളകൂജനവും ആസ്വദിച്ച് ഈ വഴികളിലൂടെയുള്ള നടത്തം മനസ്സിന് നൽകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഓർക്കുക, ഈ ട്രക്കിംഗ് പാതകളിൽ ഭൂരിഭാഗവും വനം വകുപ്പിന്റെ കീഴിലാണ്. അതുകൊണ്ട് മുൻകൂട്ടിയുള്ള അനുമതിയും ഗൈഡുകളുടെ സഹായവും നിർബന്ധമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ പാതകൾ കൂടുതൽ അപകടം നിറഞ്ഞതാകാം. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടെയും സുരക്ഷാ മുൻകരുതലുകളോടെയും വേണം ഈ യാത്രകൾ തിരഞ്ഞെടുക്കാൻ.